അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യവുമായാണ് ആശാപ്രവർത്തകർ നിലമ്പൂരിൽ പ്രചാരണം നടത്തുന്നതെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. മാസങ്ങളായി സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുവാൻ സർക്കാർ തയ്യാറാകാത്തത് ചൂണ്ടിക്കാട്ടി പരമാവധി വീടുകൾ കയറി പ്രചാരണം നടത്തുകയാണ് ലക്ഷ്യമെന്നും ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. മണ്ഡലത്തിൽ നിന്ന് തന്നെയുള്ള ആശമാരാണ് തുടർ ദിനങ്ങളിൽ നിലമ്പൂരിലെ വിവിധ ഭാഗങ്ങളിൽ പ്രചരണം നടത്തുക. ആശാപ്രവർത്തകർക്കെതിരെ ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. ആ സർക്കാരിനെതിരായ വിധിയെഴുത്തിനായി ഉപതെരഞ്ഞെടുപ്പ് ഫലം മാറണമെന്ന ആഗ്രഹമാണുള്ളത്. 124 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ സമരം നടത്തിവരികയാണ്. ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരത്തിൽ ഹൃദയമുള്ള എല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കും. പ്രകടനത്തിൽ പങ്കെടുക്കാൻ രംഗത്തിറങ്ങുന്ന ആശമാരെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. ആശാസമരം സർക്കാരിനെതിരെ ബാധിക്കുന്നില്ലെങ്കിൽ ഇത്തരം ഭീഷണിപ്പെടുത്തൽ നിർത്തണം. സമരം ചെയ്യുന്നവരെ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയുമാണ് സർക്കാർ. പ്രചാരണത്തിനെത്തിയവർ യഥാർത്ഥ ആശാപ്രവർത്തകരല്ലെന്നാണ് ഇടത് നേതാക്കൾ പറയുന്നത്. ഇതോടൊപ്പമുള്ളവരെ കാണുന്ന ആർക്കും അറിയാം യഥാർത്ഥ ആശമാർ ആർക്കൊപ്പമാണെന്ന്. സ്ത്രീപക്ഷ നിലപാട് ആവർത്തിക്കുന്ന സർക്കാർ ആശാപ്രവർത്തകരെ തെരുവിലിറക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രി, മന്ത്രിമാർ, LDF സ്ഥാനാർത്ഥി M. സ്വരാജ് എന്നിവരടക്കമുള്ളവർ സമരത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ആശാസമരം വിജയിക്കേണ്ടത് സംസ്ഥാനത്തെ ആശാപ്രവർത്തകരുടെ മാത്രം ആവശ്യമല്ല, തൊഴിൽ ചൂഷണത്തിനിരയായി തകർന്നടിയുന്ന എല്ലാവരുടെയും അഭിലാഷവും പ്രത്യാശയുമാണെന്ന് എസ് മിനി പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് സർക്കാരിനെതിരെ പ്രചാരണവുമായി സമരം നടത്തുന്ന ആശാപ്രവർത്തകർ മണ്ഡലത്തിലെത്തിയത്. രാവിലെ ചന്തക്കുന്നിൽ നിന്ന് നിലമ്പൂർ ടൗണിലേക്ക് പ്രകടനം നടത്തിയ ശേഷം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആശാപ്രവർത്തകർ സമ്മേളനം നടത്തി. നഗരസഭാ പരിധിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും കയറിയിറങ്ങി ലഘുലേഖകൾ വിതരണം ചെയ്തായിരുന്നു നിലമ്പൂരിലെ ആദ്യ ദിനത്തിൽ ആശാപ്രവർത്തകരുടെ പ്രചാരണം. ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കില്ല. ആശാപ്രവർത്തകർ നേരിടുന്ന അനീതി ചൂണ്ടിക്കാട്ടുകയാണ് ലക്ഷ്യം. ആശാസമരം കണ്ടില്ലെന്ന് നടിക്കുന്ന സർക്കാരിന് വോട്ടില്ല എന്ന നിലപാട് ഉറപ്പിക്കാനാണ് മണ്ഡലത്തിലെത്തിയതെന്ന് സർക്കാർ വിരുദ്ധ പ്രചാരണത്തിനെത്തിയ ആശാ സമരസമിതി പ്രവർത്തകർ പറഞ്ഞു. അതേസമയം ആശാവർക്കർമാരുടെ സമരത്തെ കാണാത്ത സർക്കാരിന് മുന്നിലാണ് കണ്ണു തുറക്കുന്നതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലൻ MP പറഞ്ഞു. സർക്കാരിനെതിരെ ജനവികാരം അലയടിക്കുകയാണെന്നും നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥി ആര്യൻ ഷൗക്കത്ത് വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.